അടുത്ത പ്രോഗ്രാമാണ് ഓഡ് ഓർ ഈവൻ. ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് ആ നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആദ്യം ആ നമ്പർ റീഡ് ചെയ്യുക, അതിനുശേഷം ആ നമ്പർ ചെക്ക് ചെയ്യുക ഓഡാണോ ഈവൻ ആണോ എന്നുള്ളത്. എന്നിട്ട് ഓഡാണെങ്കിൽ ഓടെന്ന് പ്രിൻ്റ് ചെയ്യുക, ഈവൻ ആണെങ്കിൽ ഈവൻ എന്ന് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം അതാണ് അവിടെയാണ് നമുക്ക് ലോജിക്ക് വരേണ്ടത്. നമുക്ക് സാധാരണ ഒരു നമ്പറിന് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ അത് ഈവൻ നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ ചെക്ക് ചെയ്യണ ഓപ്പറേറ്ററാണ് മോഡുലോ ഡിവിഷൻ. അതാണ് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ #include stdio.h then void main, എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പർ റീഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്പർ റീഡ് ചെയ്യണത് എങ്ങനെയാണ്? scanf %d, ഏതെങ്കിലും ഒരു വാല്യൂ &a എന്ന് പറഞ്ഞ വാരിയബിളിലേക്കാണ് നമ്മൾ നമ്പർ റീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എ. ഇനി എന്ത് ചെയ്യുക? നമ്മളുടെ ചെക്ക് ചെയ്യുക. ഇഫ് a മോഡുലോ 2 = 0, അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? റിമൈൻഡർ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈവൻ എന്ന് പ്രിൻ്റ് ചെയ്യണം. ഫോൾസ് ആണെങ്കിലോ എൽസ് കണ്ടീഷൻ എന്താ? അത് ഓഡാണെന്ന് പ്രിൻ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ലോജിക്ക്. അപ്പോൾ ലോജിക്ക് ചെക്ക് ചെയ്തു, വാല്യൂ ചെക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എ എന്ന് പറഞ്ഞ വാരിയബിൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് റിമൈൻഡർ ചെക്ക് ചെയ്യുന്നതാണ് മോഡുലോ ഡിവിഷൻ. == എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷണൽ ഓപ്പറേറ്റർ ചെക്ക് ചെയ്യാണ്. ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ വെച്ച് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇതെന്ത് ചെയ്യാം? നമുക്കൊന്നും കൂടെ ഇതെഴുതാം. printf എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുമ്പോഴാവണം റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് റീഡ് ചെയ്യാനുള്ളത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാരിയബിളോട് യൂസ് ചെയ്യുന്നുണ്ട്? എ എന്ന് പറഞ്ഞ വാരിയബിൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ int a. ഓക്കെ, ഇങ്ങനെയാണ് ഓഡ് ഓർ ഈവൻ. ഇത് നമ്മൾ സിമ്പിൾ ഇഫ് എൽസിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നു.